കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സംഭവം. 3 എസ്എഫ്ഐ പ്രവർത്തകരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. വി.സി. മോഹനൻ കുന്നുമ്മേലും എസ്എഫ്ഐയും തമ്മിൽ അഭിപ്രായ ഭിന്നത നേരത്തെ നിലനിന്നിരുന്നു. സർവകലാശാലയ്ക്കകത്ത് വീട്ടില്ല, സർവകലാശാലയ്ക്ക് വരുന്നില്ല. സർവേ എന്ത് കാര്യം? വിദ്യാർത്ഥികൾ വിഷയങ്ങളില്ല, സർവകലാശാലയ്ക്കറിയില്ല. വിദ്യാർത്ഥി എവിടെ മാറാൻ പറ്റുന്നില്ല. സാജിദ് അജ്മൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, ഈ മോഹനൻ കുന്നുമ്മലും ഈ എസ്എഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത നേരത്തെ മുതൽ ഉള്ളതാണ്. ഇപ്പോൾ ഈ തടഞ്ഞുവെക്കലിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ പോയ കാര്യം എന്താണ്? സ്നേഹ, തിരുവനന്തപുരം ചന്ദ്രനഗർ സ്റ്റേഡിയത്തിൽ ഇന്ന് ആരോഗ്യ സർവകലാശാലയുടെ സ്പോർട്സ് മീറ്റ് നടക്കുന്നുണ്ട്. അതിനായാണ് മോഹൻ കുന്നുമ്മൽ എത്തിയത്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും വൈസ് ചാൻസലറാണ്. ഈ പരിപാടി സമ്മാന വിതരണത്തിന് ശേഷം ഈ വി.സി. മോഹൻ കുന്നുമ്മൽ പുറത്തിറങ്ങിയ സമയത്താണ് എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞു വെച്ചത്. 10 പ്രവർത്തകർ ചേർന്നാണ് ഈ മോഹൻ കുന്നുമ്മലെ തടഞ്ഞു വെച്ചത്. ഏതാണ്ട് 20 മിനിറ്റോളം ഈ തടഞ്ഞുവെക്കൽ നീണ്ടു. ഇതിന് കാരണമെന്ന് പറയുന്നത് എസ്എഫ്ഐയും അതുപോലെ തന്നെ വൈസ് ചാൻസലറും തമ്മിൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം എസ്എഫ്ഐയെ അധികാരം ഏൽക്കുന്നതിന് വി.സി. ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഈ സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകൾ വൈകി പോകുകയാണ്. ഇതുകൂടാതെ ഈ യൂണിയന്റെ ഭാഗമായുള്ള ഒരു പ്രവർത്തനത്തിനും ഈ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നില്ല, അതിന് വൈസ് ചാൻസലർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എസ്എഫ്ഐയുടെ പ്രധാനപ്പെട്ട പരാതി. അദ്ദേഹത്തിന്റെ കാറിന് മുന്നിൽ കിടന്നുവരെ ഈ പ്രവർത്തകർ പ്രതിഷേധിച്ചു. തുടർന്ന് ഈ പോലീസ് ഈ 3 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഈ മ്യൂസിയം പോലീസാണ് 3 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ആരോഗ്യ സർവകലാശാലയുടെ പരിപാടിക്ക് എത്തിയപ്പോഴാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ പ്രവർത്തകർ വി.സിയെ തടഞ്ഞത്. സ്നേഹ, ശരി, എസ്എഫ്ഐ 10 പ്രവർത്തകരാണ് തടഞ്ഞത്. ഈ മോഹനൻ കുന്നുമ്മലിനെ നേരത്തെയും ഈ കേരള സർവകലാശാല വി.സിയുമായി എസ്എഫ്ഐ പ്രവർത്തകർക്ക് അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ പങ്കുവച്ചത്.